എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ആഴ്ച മുതൽ ജ്യോതിഷപരമായി വളരെ നിർണായകമായ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ആ 8 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് കാരണം എന്തെന്നാൽ ഗുളികൻ്റെ സ്വാധീനം മാറി രാഹു കേന്ദ്രഭാവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഒഴിഞ്ഞുപോയി നല്ല സമാധാനത്തിലേക്കും അതുപോലെ തന്നെ നല്ല സമ്പൽ സമൃദ്ധിയിലേക്കും നിങ്ങൾ കുതിച്ചുയരാൻ പോകുന്ന 8 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് വിശദമായി നോക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു സുപ്രധാനമായ വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതപാതയിൽ നിങ്ങൾക്കുണ്ടായി കിട്ടുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ദൃശ്യമാകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അതായത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്ന സകല വിഘ്നങ്ങളും, കർമ്മ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട സകല വിഘ്നങ്ങളും ഇതോടുകൂടി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ കർമ്മരംഗം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുഷ്ടിപ്പെട്ട് കിട്ടും. അത് പ്രത്യേകിച്ചും നിങ്ങളിൽ ഈ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാന ജോലി എനിക്ക് വേണം എന്ന് അതിയായ ആഗ്രഹമുള്ളവർക്കും ഈ സമയം അതിശക്തമായ ഫലങ്ങളാണ് ഇതിലൂടെ സംജാതമാകാൻ പോകുന്നത്. ഇനി നമുക്ക് ആ 8 ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. കാരണം ജ്യോതിഷത്തിൽ രാഹുവിനെ ഭോഗകാരകൻ എന്നാണ് വിളിക്കുന്നത്. ഈ രാഹു കേന്ദ്രഭാവത്തിൽ വരുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾക്കും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഉയർച്ചകൾക്കും കാരണമാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പരിശ്രമിച്ചിട്ടും ഈ ഫലം ലഭിക്കാത്ത അവസ്ഥ അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഭേദമാകും. അതുപോലെ തന്നെ പരീക്ഷകളിൽ എത്ര കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും പരാജയപ്പെടുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിൽ ഏറ്റവും അവസാന നിമിഷം പുറത്താവുക, അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഇനി നിങ്ങൾക്ക് പഴങ്കഥയായി മാറും. 8 നക്ഷത്രക്കാരിൽ ഏറ്റവും ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ആ മന്ദത ഈ രാഹുവിൻ്റെ രംഗപ്രവേശനത്തോടു കൂടി മാറുകയാണ്. രാഹുവിൻ്റെ കേന്ദ്രസ്ഥാനം നിങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കും. ഇത് പ്രത്യേകിച്ചും ഈ സർക്കാർ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ശുഭവാർത്ത കേൾക്കാനിട വരും. മാത്രവുമല്ല, ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനക്കയറ്റം അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാനും അവസരങ്ങൾ സംജാതമാകും. ഇനി അടുത്തത് രോഹിണി നക്ഷത്രം. ഈ സൗന്ദര്യത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതീകമായ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിരത കൈവരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു വരുമാന മാർഗം നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള ശരിയായ പാത നിങ്ങൾക്കിപ്പോൾ തുറന്നു കിട്ടുകയാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് പരിപൂർണമായി അനുകൂലമായി നിൽക്കുന്നതിനാൽ, അല്ലെങ്കിൽ അനുകൂലമായി പോകുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണ പിന്തുണ ലഭിക്കുകയും അതോടൊപ്പം പലവിധ പരാമർശങ്ങൾക്കും, അതായത് ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനുയോജ്യമായിട്ടുള്ള പരാമർശങ്ങൾക്കും നിങ്ങൾ പാത്രീഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായതിനാൽ ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ യാത്രകൾ, അതിപ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിനുള്ളിലാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്താകട്ടെ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ അന്യരാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യേണ്ടി വന്നാൽ പോലും അതെല്ലാം നിങ്ങൾക്ക് പരിപൂർണമായി ഗുണകരമായ രീതിയിലായിരിക്കും പര്യവസാനിക്കുന്നത്. ഇനി അടുത്തത് പുണർദം നക്ഷത്രം. ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഏത് രീതിയിൽ നോക്കിയാലും ശരി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലോ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ രാഹു മാറ്റം വലിയ അനുഗ്രഹം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഉറപ്പായിട്ടും ലഭിക്കാനും യോഗമുണ്ടായിത്തീരും. ഇത് വളരെ വ്യക്തമായി നിങ്ങളുടെ രാശിഫലത്തിൽ കിട്ടിയിട്ടുമുണ്ട്. ഇനി അടുത്തത് മകം നക്ഷത്രം.
ഈ മകം പിറന്ന മങ്ക എന്ന ആ ഒരു നാടൻ ചൊല്ല് അന്വർത്ഥമാക്കും പോലെ ഈ മകം നക്ഷത്രക്കാർക്ക് അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള യോഗമാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉന്നത പദവിയിലിരിക്കുന്ന സർക്കാർ സേവനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിൽ ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നത്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുവരെ തടസ്സപ്പെട്ട നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ കോളുകൾ ഇപ്പോൾ നിങ്ങളെ തേടിയെത്തുന്നത് അനുകൂലമായിട്ടായിരിക്കും. അതിന് അടുത്തതായിട്ട് വരുന്നത് ഉത്രം നക്ഷത്രം. ഈ ഉത്രം നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ സ്വാധീനം വളരെയധികം ഉള്ളതിനാൽ സർക്കാർ ജോലിയോട് എപ്പോഴും ഒരടുപ്പം നിങ്ങൾക്കുണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കും. ഇത് പ്രത്യേകിച്ചും രാഹു കേന്ദ്രത്തിൽ വരുമ്പോൾ ആ ആഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇരട്ടിയിലധികമായി സഫലമാകാനുള്ള യോഗമാണ് ഇവിടെ സംജാതമാകുന്നത്. ഇത് രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും തെളിഞ്ഞു വരുന്നതായിരിക്കും. അതിന് അടുത്തത് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് സാങ്കേതിക മേഖലകളിൽ വലിയ മുന്നേറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇത് പ്രത്യേകിച്ചും ഈ എൻജിനീയറിംഗ് അല്ലെങ്കിൽ IT മേഖല, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഈ റെയിൽവേ പോലുള്ള സർക്കാർ വകുപ്പുകളിൽ ജോലി ലഭിക്കാൻ ഈ ഗ്രഹനില വളരെ അനുകൂലമായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്. അതുമാത്രവുമല്ല, മുടങ്ങിക്കിടന്ന ശമ്പള കുടിശ്ശികയോ അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കാനും ഇതോടൊപ്പം യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിശാഖ നക്ഷത്രം. ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവും ഒപ്പം ഭൗതികമായ ഉയർച്ചയും ഈ പറഞ്ഞ രണ്ടും കൂടി ഒരുപോലെ സംജാതമായി തീരുന്നൊരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത് സംജാതമായിരിക്കും. പ്രത്യേകിച്ചും ഈ മാസങ്ങളിൽ നിങ്ങളിൽ ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് സർക്കാർ കരാറുകൾ ലഭിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര നിയമനം ലഭിക്കാനും ഈ സമയം, അതായത് ഈ പറഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10ാം ഭാവത്തിൽ രാഹു വരുന്നത് ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞത് ഏത് രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിൽ നിന്നും മികച്ച ജോലി വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായഹസ്തം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം നിങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ അത് പരിപൂർണമായി തീർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങളുടെ ആ വ്യവഹാര രംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഉറപ്പായിട്ടും സംജാതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ ഈ 8 നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ പറഞ്ഞ 8 നക്ഷത്രക്കാരും തങ്ങളുടെ കർമ്മപഥത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ഉറപ്പായിട്ടും പറയാനുള്ളത്. കാരണം ജ്യോതിഷ ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി അനുകൂലമാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രയത്നവും കൂടി ഇതിനോടൊപ്പം വളരെ അത്യാവശ്യമാണ്. രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ നാഗദൈവങ്ങളെ ആരാധിക്കുന്നതും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും. അതിനാൽ ജീവിതത്തിൽ വിശ്വാസതയോടും ശുഭപ്രതീക്ഷയോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടായിത്തീരും. പ്രത്യേകിച്ചും തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.